അഡ്വക്കേറ്റ് കെ രാംകുമാർ, വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുത്, ഉപയോഗം വഴിയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അങ്ങനെ തന്നെ തുടരണം, വഖഫ് സമിതിയിൽ നാമനിർദ്ദേശം ചെയ്യുന്നവർ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണം, കലക്ടർമാർക്ക് അന്വേഷിക്കാം, പക്ഷേ അന്വേഷണം നടക്കുമ്പോൾ വഖഫ് സ്വത്തുക്കൾ അതല്ലാതാകില്ല, ഉപയോഗം വഴി വഖഫായ സ്വത്തുക്കളിൽ മാറ്റം വരുത്തുന്നതിൽ കോടതി ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ശ്രീരാംകുമാർ, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും മാരത്തോൺ ചർച്ച നടത്തി ഉണ്ടാക്കിയെടുത്തൊരു നിയമം കോടതി മുറിയിലെ ഏതാനും മണിക്കൂറുകളിലെ വാദങ്ങൾക്കൊടുവിൽ നിലം പരിശാക്കപ്പെടുമോ? എന്താണ് താങ്കളുടെ നിരീക്ഷണം? ഞാൻ നോക്കിയിട്ട് അതിന് ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം വാദം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ കൂടുതൽ ഗഹനമായും വ്യക്തമായും മനസ്സിലാക്കാൻ ജഡ്ജിമാരുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏർപ്പാട് സാധാരണമാണ്. അതിനർത്ഥം ആ ചോദ്യകർത്താവ് അവസാനമായി തീരുമാനമെടുത്തു എന്നല്ല. പല സംശയങ്ങളും, രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയാണ് സുപ്രധാനമായൊരു നിയമപ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത്. സ്വാഭാവികമായും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വ്യക്തത ഉണ്ടാകാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് വെച്ച് സുപ്രീം കോടതി നാളെ സർക്കാരിന് തിരിച്ചടിയാകും എന്നൊക്കെ പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നത് അത് വക്കീൽമാരുമുണ്ട്. വാസ്തവത്തിൽ എനിക്ക് അവരോട് പുച്ഛം തോന്നുന്നു. കാരണം അഭിഭാഷകവൃത്തി അവമാനിക്കുകയാണ് ഈ വക്കീൽമാർ. അവർക്ക് ജഡ്ജിമാരായിട്ട് ഇടപഴകി രഹസ്യമായി വല്ല വിവരവും കിട്ടിയോ എന്നറിയില്ല. അങ്ങനത്തെ വക്കീൽമാർ ഇപ്പോൾ ധാരാളമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട വക്കീൽമാർക്കല്ലാതെ ഒരു കേസ് കേൾക്കുമ്പോൾ എന്തിനാണ് ചോദ്യം ചോദിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കാനാണ്. എന്താണ് ഉത്തരവ് എന്ന് മുൻകൂട്ടി പ്രവചിക്കാനുള്ള സംവിധാനം ഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തില്ല. ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ മറുപടിയായിട്ട് വിധിന്യായത്തിൽ വന്നില്ല. ഇന്ന് സുപ്രീം കോടതി ചെയ്തത് വളരെ സുപ്രധാനമായൊരു പ്രശ്നമാണ് കോടതിയുടെ മുമ്പിലുള്ളത്. നിയമപ്രശ്നത്തെക്കാൾ രാഷ്ട്രീയ പ്രശ്നമാണ്. കാരണം മൂർഷിദാബാദിൽ ഉണ്ടായ ലഹളയെപ്പറ്റി പ്രത്യേകം എടുത്തു പറയാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു എന്നുള്ളത് കപടമതേതരവാദികളുടെ മുഖത്തേറ്റ അടിയാണ്. കാരണം ഇതുവരെ സുപ്രീം കോടതി ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ലഹളയെക്കുറിച്ച് അതുമായി ബന്ധമില്ലാത്തൊരു കേസിൽ സൂചിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ വഖഫ് നിയമം നടപ്പാക്കുന്നതിൻ്റെ പേരിൽ 90% മുസ്ലിം ജനങ്ങളുള്ള മുർഷിദാബാദ്, ബംഗ്ലാദേശിൽ നിന്ന് ഇഷ്ടം പോലെ ആളുകൾ അനധികൃതമായി കടന്ന കുടിയേറ്റക്കാർ, ഇവരൊക്കെ ഉള്ള ആളുകൾ കാണിച്ച അക്രമ പ്രവൃത്തികളെപ്പറ്റി രാജ്യത്തെ ഏറ്റവും വലിയ കോടതിക്ക് ബോധ്യം വന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ആ ചോദ്യം. അത് കപടമതേതരവാദികളുടെ മുഖത്തടിച്ചതാണ്. കാരണം ഈ വഖഫ് ചോദ്യം ചെയ്യുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അഖില ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവിടെ കേരളത്തിൽ CPI എന്ന് പറയുന്ന ഒരു സാധനം, പിന്നെ ലീഗ്, മുസ്ലിം ലീഗ് അത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ എനിക്കും മനസ്സിലാകാത്തത്, ഞാൻ മനസ്സിലാക്കിയ നിയമം അനുസരിച്ച് ഭരണഘടനയുടെ 32ാം അനുച്ഛേദം മൗലികാവകാശ ലംഘനമുണ്ടായാൽ മാത്രമേ സുപ്രീം കോടതി അധികാരം വിനിയോഗിക്കാൻ അഭ്യർത്ഥിക്കാൻ പാടുള്ളൂ. ഇവിടെ മുസ്ലിം ലീഗിന് എന്താ മൗലികാവകാശം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്താ മൗലികാവകാശം? അഖില ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് മൗലികാവകാശം? ഏത് മൗലികാവകാശ ലംഘനമാണ്? എന്നിട്ടും ഇതൊന്നും ഉന്നയിക്കാതെ സുപ്രീം കോടതി വിശദമായ വാദം കേട്ടു. 73 കേസുകളുണ്ട്. ആ വാദത്തിനിടയ്ക്ക് സ്വാഭാവികമായും പൊന്തി വന്ന ചില സംശയങ്ങളുണ്ട്. ഒന്ന്, വഖഫ് ഭൂമിയാണോ അല്ലേ എന്ന് കലക്ടർ തീരുമാനിച്ചാൽ മതിയോ? അതിൽ സോളിസിറ്റർ ജനറൽ വിശദീകരണം കിട്ടിയപ്പോൾ സുപ്രീം കോടതി എന്ന് പറഞ്ഞു കലക്ടർക്ക് പരിശോധിക്കാം അന്തിമമായ തീരുമാനം. പിന്നെ
രണ്ടാമത്തെ പ്രധാന ചോദ്യം, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ തീരുമാനമെടുക്കുന്നതിൽ ശരിയാണോ? ഇതിലെന്താ സാധാരണത്തുള്ളത്? നമ്മുടെ ദേവസ്വം ബോർഡിലെ പ്രസിഡൻറ്റ് ഈശ്വരവിശ്വാസമില്ല എന്ന് പറയുന്ന പാർട്ടിയിലെ ആളാണ്. ഹൈക്കോടതിയിൽ ദേവസ്വം കേസുകൾ കേൾക്കുമ്പോൾ പലപ്പോഴും ഹിന്ദുക്കളല്ലാത്ത ജഡ്ജിമാർ വരാറുണ്ട്. ഇതൊന്നും ആരും പരാതി പറയാറില്ല. കാരണം നിയമവാഴ്ചയും കോടതികളോട് ബഹുമാനമുള്ള ആളുകൾ ഇങ്ങനത്തെ അല്പത്തമുള്ള വാക്കുകൾ ഒരിക്കലും പുറപ്പെടുവിക്കാറില്ല. ജഡ്ജിമാർ എന്ന് പറഞ്ഞ ജാതി മതം നോക്കിയിട്ടല്ല വിധിക്കുക. ജഡ്ജിമാർ ബഹുമാനം അറിയിക്കുന്നു, ആദരവ് അറിയിക്കുന്നു. അവരുടെ വിശ്വാസതയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വഖഫ് കേസുകൾ കേൾക്കുന്ന മുഴുവൻ മുസ്ലിം ജഡ്ജിമാരാവണം എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞു. ഒരവസരത്തിൽ അലഹാബാദ് ഹൈക്കോർട്ടിൽ ജസ്റ്റിസ് തഹ്ലിയാനി എന്ന് പറഞ്ഞ സിന്ധ് പ്രദേശത്ത് നിന്ന് രാജ്യത്ത് വിഭജനം കഴിഞ്ഞ് കുടിയേറി പാർത്ത ജഡ്ജിയോട് പറഞ്ഞു, താങ്കൾ ഹിന്ദു ആയതുകൊണ്ട് ഈ കേസ് കേൾക്കാം. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, താങ്കളും ഹിന്ദുവാണ്. ഹിമാലയത്തിൻ്റെയും ഹിന്ദു സമുദ്രത്തിൻ്റെയും ഇടയിൽ ജനിച്ച എല്ലാവരും ഹിന്ദുക്കൾ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്, അല്ലാണ്ട് മതത്തിൻ്റെ. അതുകൊണ്ട് ഞാൻ കേൾക്കുന്നതിന് തടസ്സമുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ഇത്തരം ബാലിശമായ വാദങ്ങളാണ് പലപ്പോഴും ഉന്നയിക്കുന്നത്. ഏതായാലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു വക്കീൽ പറഞ്ഞോട്ടു കേന്ദ്രത്തിന് നാളെ തിരിച്ചടി ഉണ്ടാവും. അദ്ദേഹത്തിന് ഈ നേരത്തെ പറഞ്ഞ മാതിരി രഹസ്യമായി ജഡ്ജിമാരുടെ മനസ്സറിയാനുള്ള സംവിധാനമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ് വിശ്വസിക്കാം, അല്ലാതെ കോടതി നടപടിയെന്ന് വിശ്വസിക്കാം. മറിച്ച് വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തി. മുസ്ലിങ്ങൾക്ക് മാത്രം നിയമമുണ്ടാക്കാൻ എന്താണ് തടസ്സം? ഹിന്ദുക്കളുടെ ഒരുപാട് ആരാധനകളെ പറ്റി ഇപ്പം തന്നെ നിയമമുണ്ടല്ലോ. പാർലമെൻറ്റിന് അതിന് അവകാശമില്ലേ? പിന്നെ മുസ്ലിങ്ങളല്ലാതെ നിയമിക്കുന്നതിൽ എന്താ തെറ്റ്? ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രയിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തിരുപ്പതി ബോർഡിലും ദേവസ്ഥാനത്തും ക്രിസ്ത്യാനികളെ ഇഷ്ടം പോലെ നിയമിച്ചു. ഈ അടുത്ത കാലത്താണ് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി വന്ന ശേഷമാണ് അത് മാറ്റിയത്. ഇതെന്താണ് ഇത്ര അസാധാരണ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് വൈരുദ്ധ്യാത്മിക എന്താണ് ഒരു വാദമുണ്ടല്ലോ, അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അവർക്ക് ഈശ്വര വിശ്വാസമില്ല. അതിൽ വിശ്വസിക്കുന്നവരാണ്, അവകാശപ്പെടുന്ന ആളുകളാണ്. അവർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നതിന് ആരും പരാതി പറയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ തത്വശാസ്ത്രങ്ങളൊക്കെ മറന്ന് സ്ഥാനത്തിന് വേണ്ടി അവർ ഓടുന്നതെന്ന് കേരളത്തിലെ ബുദ്ധിശക്തിയുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ ഇതൊന്നും ഇത്ര അസാധാരണത്വമില്ല. പിന്നെ ഇവിടെ വഖഫ് ട്രൈബ്യൂണലുണ്ട്. വഖഫ് ട്രൈബ്യൂണലിൽ എല്ലാ ജഡ്ജിമാരും മുസ്ലിങ്ങളല്ല. അതുകൊണ്ട് അവർ തീരുമാനിച്ചത് വഖഫ് നിയമത്തിനെതിരാവും. ഇത്രയും ബാലിശമായ വാദങ്ങൾ ഈ 2025 സ്വാതന്ത്ര്യം കിട്ടി 70 കൊല്ലം കഴിഞ്ഞ ശേഷവും നമ്മുടെ രാജ്യത്ത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വാസ്തവത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, കപട മതേതരക്കാരുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴാനുള്ളൊരു സന്ദർഭമാണ്. ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ തഹൗർ റാണ ഇവിടെ സന്ദർശനം പ്രമാണിച്ച് സ്വാഭാവികമായും ഡൽഹിയിൽ അദ്ദേഹത്തിന് അനുഭാവികളുണ്ട്. അദ്ദേഹത്തെ പൂമാലയിട്ട് സ്വീകരിക്കാൻ ധൈര്യമില്ലെങ്കിലും മാനസിക നിലയുള്ള ആളുകൾ ഡൽഹിയിലുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഡൽഹിയിൽ ഘോഷയാത്രകൾ നിരോധിച്ചു. ആ നിരോധനത്തിൻ്റെ ഭാഗമായി വളരെ ഉത്തരേന്ത്യക്കാർ, പ്രത്യേകം ഡൽഹിക്കാർ വളരെ വിലപ്പെട്ടതാണെന്ന് കരുതുന്ന ഹനുമാൻ ചാലീസ് ഘോഷയാത്ര നിശ്ചയിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഏതെങ്കിലും പത്രം, ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അതിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു? നമ്മുടെ റബ്ബർ മുതലാളിയുടെ പത്രം മുഖപ്രസംഗം എഴുതിയിരിക്കണു, കുരിശ് ഘോഷയാത്ര നിരോധിച്ചത് മതേതരത്തിൻ്റെ മരണമണിയാണെന്ന്. ഹനുമാൻ ചാലീസ് നിശ്ചയിച്ചതിനെ പറ്റി ഒരു വാർത്ത പോലും പറഞ്ഞിട്ടില്ല. ഇത് ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിക്കലാണ്. ഒരു പത്രമുതലാളി കാശിൻ്റെ ഹുങ്ക് കാണിച്ച് ഹിന്ദുക്കളെ അവമാനിക്കുകയും ഹിന്ദുക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ തിരിക്കുകയും കഴിയുന്നിടത്തോളം കുത്തി നോവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം തിരിച്ചറിയണം. കാരണം
അവരുടെ പത്രവരിക്കാർ കൂടുതൽ ഹിന്ദുക്കളാണ്. ക്രിസ്ത്യാനികളെ മാത്രം വായിച്ചാൽ മുതലാളി ഇന്നത്തെ നിലയിൽ സമ്പന്നനാകുമായിരുന്നില്ല. അത് മനസ്സിലാക്കണം. സ്വന്തം ശക്തി മനസ്സിലാക്കാൻ ഹിന്ദു സമൂഹം പരിശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ കപടമതേതരത്വം ഇവിടെ കൊടികുത്തി വാഴുന്നത്. അവരുടെ പൊയ്മുഖം അഴിച്ചു കളയണമെങ്കിൽ ഹിന്ദു സമൂഹം മുന്നോട്ട് വരണം. അതുകൊണ്ട് സുപ്രീം കോടതി വിധി എന്താകും എന്ന് മുൻകൂട്ടി പ്രവചിക്കുന്ന ഏർപ്പാട് എനിക്കില്ല. ഞാനിപ്പോഴും സജീവമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അത് ശരിയായിക്കൊള്ളുന്നില്ല. സ്വാഭാവികമായും വളരെ പരിചിന്തനം നടത്തിയ ഒരു ഉത്തരവായിരിക്കും നാളെ ഉണ്ടാവുക. അല്ലെങ്കിൽ വീണ്ടും വാദത്തിന് വേണ്ടി വയ്ക്കില്ല. അതുകൊണ്ട് മുൻകൂട്ടി എന്തുണ്ടാകും എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.